561 ഇന്ത്യക്ക് വന്നത്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തി 90 ലക്ഷത്തിലും അധികം ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പ്രധാനപ്പെട്ടവർ അന്നത്തെ ഇവിടുത്തെ രാജാവായിരുന്നു, അതായത് ഞങ്ങളെ പ്രധാനപ്പെട്ട ഒരു എതിരാളിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ കുടുംബം അന്ന് ഭരിച്ചിരുന്നു. ചൗഹാൻ കുടുംബത്തിലെ ഭയങ്കര സ്ട്രോങ് ഉള്ളൊരു ഭരണാധികാരിയാണ് പൃഥ്വിരാജ് ചൗഹാൻ. ഇവർ തങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ച്, ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ച് തങ്ങൾ ഈ ഇസ്ലാമിൻ്റെ പ്രബോധനം നിർത്തിക്കാൻ വേണ്ടിയിട്ടും. മുമ്പൊക്കെ ഇസ്ലാമിൻ്റെ പ്രബോധനം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കാര്യമായ രീതിയിലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഒരു തീർച്ചയായിട്ടുള്ള ഒരു നല്ല രൂപത്തിലുള്ള അങ്ങനെ ഇപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും ചുരുക്കി പറയും, തങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വെള്ളം കൂടി തടസ്സപ്പെടുത്തുക എന്നുള്ള. ഒരു മനുഷ്യന് അത്യാവശ്യമായൊരു സംഗതിയാണല്ലോ വെള്ളം. അങ്ങനെ വെള്ളം എടുക്കരുത് എന്നുള്ള കൽപ്പന. അതെ, എവിടെ നിന്ന് കുളിക്കാനും കുടിക്കാനും ചെയ്യാനൊക്കെ വെള്ളം ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ വെള്ളം ഇവിടെ നിന്ന് എടുക്കരുത് എന്നുള്ള ഒരു ഓർഡർ വന്നു. ഓർഡർ പറഞ്ഞു. അപ്പോൾ പിന്നെ അവരെ രാജാവിൻ്റെ സമ്മതപ്രകാരം തന്നെയാണോ തോന്നുന്നു ഹയാത്തങ്ങൾ ഒരു പാത്രം, ചെറിയൊരു പാത്രം ശിഷ്യനായ സയദ് എന്നവരെടുത്ത്, സയദ് എന്നും മസദ് എന്ന് പറയുന്നുണ്ട്, അവരെടുത്ത് കൊടുത്തു വിട്ടു. അങ്ങനെ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്തും ഓതിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വെള്ളം എടുത്തേക്കിന് പിന്നെ ഫുള്ള് ഒറ്റിന്നാണ് പറയപ്പെടുന്നത്. തടാകം മൊത്തം 13 കിലോമീറ്റർ ചുറ്റളവാണ്. 13 കിലോമീറ്റർ ചുറ്റളവുള്ള ആനാസാർ തടാകമാണ്. അങ്ങനെ പിന്നെ വീണ്ടും തിരിച്ചു വെച്ചതിന് ശേഷമാണ് പഴയ രൂപത്തിലായത്. വെള്ളം എടുക്കാന്നുള്ള സമ്മതം കൊടുത്തു. പിന്നെ